ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഗൈഡൻസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് റീഡിങ് ഇനി തൊട്ട് ഞാൻ വിചാരിക്കുക വൈകിട്ടിടാം. ഓക്കെ, സോറി. ഇപ്പോൾ അങ്ങനെ ഐ തിങ്ക് അതായിരിക്കും കുറച്ചുകൂടി എനിക്ക് അപ്പോൾ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് എന്തായാലും പോട്ടെ. ഇപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ദിവസത്തിലൊരിക്കലും എന്തെങ്ങനെയെങ്കിലും ഞാൻ ഇടാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഗൈഡൻസ് മെസ്സേജ് ഇന്നത്തെ നിങ്ങൾക്കുള്ളത്, ജസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് ലൈക്ക് എങ്ങനെ ചെയ്യും ഈ കാര്യങ്ങൾ, ഇത് നടക്കുമോ നടക്കില്ലേ, എങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻ കിട്ടുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ എന്ത് സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളെ യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ, അത് ശരിയാക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ മാനസികമായി ഇമോഷണൽ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ജോലി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, എന്ത് തന്നെയായാലും ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഓക്കെ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ ചെയ്യാൻ പറയുന്നത് നോക്കാം. എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, വെരി നൈസ്. ഫോർ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, Sun card, Nine of Cups, World card, Ace of Wands, Nine of Wands, Four of Pentacles, Ten of Pentacles. അനാവശ്യമായ സ്ട്രെസ്, വേറൊന്നുമില്ല ഇവിടെ എനിക്കൊന്നും പറയാനില്ല. അനാവശ്യമായ സ്ട്രെസ്. ഓക്കെ, സോറി. എനിക്ക് മനസ്സിലാവും. എനിക്ക് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വെറുതെ അനാവശ്യമായ ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില മാറ്റങ്ങളാണ് ഇവിടെ ആവശ്യം. ഓക്കെ, നിങ്ങളാണ് ലേശം ഒന്ന് അവനവനെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുത്താൽ ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാം ലൈക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു ചേഞ്ചസ് ഞാൻ വരുത്തുന്നുണ്ട്. വേറൊന്നുമല്ല, എനിക്കതൊരു ഫ്ലോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയായിരിക്കും എന്ന് എനിക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു സ്റ്റോറി ഫീൽ ചെയ്യുന്നത് പറയാനാണ്. നിങ്ങൾ ഫോർവേഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, ഐ തിങ്ക് ഓൾമോസ്റ്റ് യെസ്. എനിക്കിങ്ങനെയാണ് സ്റ്റോറി ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കതിവിടെ ഞാൻ പറഞ്ഞു ആദ്യത്തെ കാര്യം. ഓക്കെ, ചില പാസ്റ്റിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. യെസ്, ചില വേദനകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചു, കിട്ടിയില്ല. ഏതെങ്കിലും ജോലി സ്ഥലത്ത് നിങ്ങളെ ഒരു വാല്യൂ ആൾക്കാർ കണ്ടില്ല. റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങളെ ചീറ്റ് ചെയ്യപ്പെട്ടു, ചതിക്കപ്പെട്ടു, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു. ഈവൻ മാരേജ് ആണെങ്കിലും ശരിയല്ല, എന്ത് കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾക്ക് മുൻപ് ചില വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വാല്യൂ കിട്ടാതിരുന്നിട്ടുണ്ട്, നിങ്ങളെ ലൈക്ക് മിസ്ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മുടെ ബാക്ക് സ്റ്റാബിങ് എനർജിയാണ് ഇതിൽ. സോ എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ബട്ട് ഈ എൻഡിങ്ങിന് ശേഷം ഇത് 10 ആണ് നമ്പർ. 10 എപ്പോഴും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോകുന്നു കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത്ര. ഓക്കെ, 10 എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്നാണ് പറയുക. എൻഡിങ് അതായത് ഒരു നമ്മൾ നമ്പർ 1 to 10 നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. സോ ഇവിടെ 10 എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്ന രീതിക്ക് എടുക്കും. എൻഡിങ് കഴിഞ്ഞാൽ എന്താണ്, 1 + 0 എന്താണ്, 1 ആണ്. 1 അഗെയിൻ എന്താണ്, പുതിയ തുടക്കമാണ് അല്ലേ. സോ ആ രീതിക്ക് ഇവിടെ പറയുന്നത് യെസ്, ചില കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് ശേഷം എന്താ പറയുന്നത് നോക്കൂ, റിക്കവറി, ഫ്രീഡം. ഓക്കെ, നിങ്ങൾ ശരിക്കും അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ലൈക്ക് ഒരു ബ്ലെസ്സിങ് തന്നതാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, നിങ്ങൾക്കതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് വന്നത്. അങ്ങനെ എൻഡ് ചെയ്ത് പോയ കാര്യങ്ങൾ അത് നിങ്ങൾക്കുള്ളതായിരുന്നില്ല. ഓക്കെ, അത് വിട്ട് കളഞ്ഞിരിക്കുക. ആ പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. യെസ്, എളുപ്പമല്ല പറയാൻ, എനിക്കറിയാം, എളുപ്പമല്ല. ചെയ്യാൻ എളുപ്പമല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളിവിടെ സ്ട്രെസ് അടിക്കുന്നത്. ഓക്കെ, എനിക്കറിയാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിനെ കാണാൻ തുടങ്ങും, നിങ്ങൾ അതിലെ ബ്ലെസ്സിങ് നിങ്ങൾ കാണാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, ഉറക്കം പോലും കളഞ്ഞ് നിങ്ങൾ ആ വേദനകളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കതാ ഇവിടെ കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഒന്ന് ഇവിടെ എനിക്ക് മെയിനായിട്ട് ഇവിടെ പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ ഈ വിഷമങ്ങളെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കും.
9 ആയിരുന്നു, ഇവിടെ 10 ഉണ്ട്. സോ അത്രയും പെയിൻഫുൾ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത്. ഇമോഷണൽ പെയിൻ ആയിരിക്കാം. നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ, ഇത് ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ്ങിന്റെ കാർഡാണ്. നെഗറ്റിവിറ്റി, വറി, സ്ലീപ്ലെസ്നെസ് എന്നാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ട് ശരിക്കും ഇല്ലാത്തത് കൂടി നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും ഈ ചിന്തകളെ ഒന്ന് ആദ്യം മാറ്റിവിടാം. ഓക്കെ, അതിനെ ആദ്യം പിന്നിൽ ഉപേക്ഷിക്കാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ഓക്കെ, നിങ്ങൾ അവിടെ നിന്നാണ് വർക്ക് വേ ചെയ്യേണ്ട. ആദ്യം പാസ്റ്റിൽ നിന്ന് മുന്നോട്ട് വരാം. ഓക്കെ, പാസ്റ്റിൽ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങളിവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പലതും കരുതി വെച്ചിട്ടുണ്ട്. ഏഞ്ചൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ. പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ശരിയാണ്. പക്ഷെ മുന്നോട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ വഴി ഓപ്പൺ ആണ്, നടക്കൂ, അതിൽ കൂടെ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കം ഔട്ട് ഓഫ് ദാറ്റ്. ആ ഒരു സാഡ്നെസ് നിന്ന്, ഡിപ്രഷൻ എന്ന് വിഷമങ്ങളിൽ നിന്ന്, പാസ്റ്റ് നമുക്ക് നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ നടന്നതിനേക്കാൾ നല്ലത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചാൽ, ഞാനത് വെറുതെ അല്ല പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സൺ ഉണ്ട്, സൺ ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് വോൺസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കങ്ങളാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾ കാണണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പാസ്റ്റ് എന്നൊന്ന് പുറത്തേക്ക് വരണം. എനിക്ക് ആ പാസ്റ്റിന്റെ മൈൻഡിൽ നിന്ന് അത് വിട്ട് കളഞ്ഞേക്കാം. നടന്നു. ഓക്കെ, നമ്മൾ എന്ന് വെച്ചിട്ട് നമ്മൾ മറക്കാനല്ല പറയുന്നത് ഞാൻ. ഓക്കെ, അതിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ മറക്കല്ല, അതിനെ ജസ്റ്റ് നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിലേക്ക് ആക്കി വിടാം. ഓക്കെ, അതവിടെ നമ്മൾ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല, കുറേ കാലം എടുക്കും. നമ്മൾ സമയമെല്ലാം മായ്ച്ചു കളയെന്ന് പറയും. പക്ഷെ ആ സമയം എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല, കുറേ കാലം എടുക്കും. അതങ്ങോട്ട് തൽക്കാലം ഇതിനെ ബാക്കിലേക്ക് വെക്കുക, മാറ്റി വെക്കുക, അത്രേ ചെയ്യണ്ടൂ. ഓക്കെ, നിങ്ങളതിനെ മറക്കാനോ അതിനെ വിട്ടുകളയാനോ ഒന്നുമല്ല പറയുന്നത്. സംഭവിച്ചതിന് നമുക്കൊരു റീസൺ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക തൽക്കാലം. ഓക്കെ, അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ വന്നത് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. അതിൽ ലെസൺസ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അതിൽ ലെസൺസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ലെസൺ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ചില കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം. ആ എൻഡിങ്ങിന് ശേഷം ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് വരാം. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് കാണുന്നുണ്ട്. സോ എനിക്ക് കരിയറിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഒരു വാല്യൂ എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ഒരു വാല്യൂ എന്ന രീതിക്കും എടുക്കാം നമുക്ക്. ആ ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ. അതായത് ചിലപ്പോൾ ആരെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വാല്യൂ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അതിനെ പിന്നിൽ ഉപേക്ഷിച്ച് കളഞ്ഞേക്കാം. ഓക്കെ, അതിനെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ബിക്കോസ് ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് സക്സസ് ആണ്. ഓക്കെ, സക്സസ്, നിങ്ങൾക്ക് അബൻഡൻസ് എന്ന രീതിക്ക് എല്ലാ തരത്തിലും, നിങ്ങൾ ജോലി കരിയറിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ്, നല്ലൊരു ഫ്യൂച്ചർ എന്ന രീതിക്കാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ തടസ്സം അഗൈൻ ഈ 3 കാര്യം ഞാൻ ഇവിടെ മേലെ വെച്ചതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ തടസ്സം. ഇവിടെ ഈ ഒരു അബൻഡൻസ് ശരിക്കും ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്, ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. രണ്ടറ്റത്തും നിങ്ങളുടെ ആഗ്രഹം ഇതാണ്, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിൽക്കണം എന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ലേഡി ആവണമെന്നില്ല. ഓക്കെ, ജെൻസ് കാണുന്നവരായാലും ശരി, നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, എനർജി നോക്കണ്ട, നമ്മൾ ആ കാര്യം പറയുന്നതിനെ എടുത്താൽ മതി. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിയിൽ കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ എത്തണം, നിങ്ങൾക്ക് നല്ലൊരു സാലറി വേണം, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റണം, ഒരു സ്റ്റേബിൾ ആയിട്ട് ലൈഫ് ഉണ്ടാക്കാൻ പറ്റണം, അതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. ആൻഡ് അതിവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ ഉണ്ട് ഇവിടെ. ഓക്കെ, ബട്ട് അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് മാറണം. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങളാണ് ലൈക്ക് ഒന്നിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് ഇവിടെ ഏസ് ഓഫ് കപ്സ്, ഇവിടെ ഒരു ഏസ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിവിടെയും വന്നിട്ടുണ്ട് 4 കപ്സ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ വരുന്ന ബ്ലെസ്സിംഗ് ഒന്നും നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിലും താല്പര്യം തോന്നുന്നില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റിലാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അതാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യണം, അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യണം. കാരണം ഒരിക്കൽ വേദന നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്കൊരു പേടിയാണ്. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്താലും നമുക്ക് അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടായാലോ, ഇനിയും ഇത് തന്നെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി നമ്മുടെ മൈൻഡിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതാണ് ഇവിടെ. സോ 4 and 4 ഇവിടെ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട പോലെയാണ് ഇപ്പം നിങ്ങൾ ഒരു ലൈക്ക് നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങളുടെ തന്നെ ഒരു നമ്മൾ പറയില്ല എൻ്റെ ഐഡൻറ്റിറ്റി. യെസ്, എനിക്ക് അതാണ് വാക്ക് ഞാൻ തരികയായിരുന്നു. ഐഡൻറ്റിറ്റി, നിങ്ങൾ എന്താണ് എന്നുള്ളത് അത് നിങ്ങൾ നഷ്ടപ്പെട്ട പോലെയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്കേജ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളാണിപ്പോൾ ഇപ്പം നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു, വിട്ടിട്ട് പോയി, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അവർക്ക് കിട്ടേണ്ട കർമ്മയൊക്കെ കിട്ടും, അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അതല്ല ഇവിടുത്തെ കാര്യം. അവർ പക്ഷെ നിങ്ങളെ പോലെ അവർ വിഷമിച്ചിരിക്കുന്നില്ല. നിങ്ങൾ ആ വേദനയും പിടിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഹോൾഡ് ചെയ്യാന്ന് പറയും, നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കുകയെന്ന് പറയും. നിങ്ങൾ ആ വിഷമത്തിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ തന്നെ അവനവനെ ബ്ലോക്ക് ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്ന് പുറത്തു വരാം, ഈ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാം, ബ്ലോക്കേജ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാം. ഓക്കെ,
എത്ര കാലം ചെയ്യും ഇങ്ങനെ അല്ലേ? 9 എത്തിക്കഴിഞ്ഞു, ഇവിടെ 9 ആണ് ഇത് നമ്പർ, ആൻഡ് ഇത് കഴിഞ്ഞ ഇവിടെ 9. നിങ്ങളുടെ വിഷിനെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടണമെങ്കിൽ തടസ്സം ഇവിടെ ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇതും 9 ആണ്, ഇതും 9 ആണ്. ഇവിടെ 9 ഓഫ് വോൺസ് നിങ്ങളെ തടസ്സപ്പെടുത്തി വെക്കുന്നു എന്ന രീതിക്കാണ്. 9 ഓഫ് കപ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. സോ ആരാ തടസ്സം നിൽക്കുന്നത്? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഏഞ്ചൽ പറയുന്നുണ്ട്, പുറത്തു വരൂ, നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽ ഇവിടെയും കൂടെയുണ്ട്, ഇവിടെയും കൂടി ഉണ്ടായിരുന്നു. 8 ഓഫ് കപ്സിലും ഉണ്ടായിരുന്നു കൂടെ. ഏഞ്ചൽസ് നിൽക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ ചുറ്റും. ഏഞ്ചൽസ്, ദൈവം, യൂണിവേഴ്സ്, നിങ്ങൾ ആരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്ന അവർ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, ആ ഒരു വിശ്വാസം വെക്കുക എപ്പോഴും. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങളാണത് കാണാൻ. ഇവിടെ ഉണ്ട് ഏസ് ഓഫ് ഫയറിലും ഉണ്ട്, ഇതിലും ഉണ്ട്, ഏസ് ഓഫ് വാട്ടറിലും ഉണ്ട്. എപ്പോഴും നമുക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഒരിക്കലും അതില്ല എന്ന് നിങ്ങൾ കരുതരുത്. വിഷമം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ആ വിഷമം സമയത്ത് നിങ്ങളെ അത് യൂണിവേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്ന് പഠിച്ച് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിൽ സ്റ്റക്കായി നിൽക്കാനല്ല പറയുന്നത്. യൂണിവേഴ്സ് പറയുന്ന ആ വേദനകൾ നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീയിലിട്ട് ചുട്ട് പഴിപ്പിച്ച് പുറത്തു വരിക എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾ പുറത്തു വരികയാണ് വേണ്ടത്. ഓക്കെ, യെസ്, കുറച്ച് വേദന തന്നെയാണ്, വിഷമം തന്നെയാണ്. പക്ഷെ ഓവർകം ചെയ്യാൻ സാധിച്ചാൽ ഒരു എൻഡിങ്ങിന് ശേഷം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ന്യൂ ബിഗിനിങ്ങിന്റെ കാര്യമാണ്. ഏസ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ഹോബീസ് ഉണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും പാട്ടോ ഡാൻസോ എഴുത്തോ എന്തെന്നെ ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ ജോലിയിലായാലും നിങ്ങൾ ക്രിയേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാം പുതിയ തുടക്കങ്ങൾ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്ക് സന്തോഷം വരുന്നതായിട്ട്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് കാണുന്നത്. എനിക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, നിങ്ങളുടെ എന്ത് തന്നെ ആയാലും, ഏത് കാര്യത്തിൽ, കരിയറിലോ റിലേഷൻഷിപ്പിലോ എന്തിലായാലും, ഓക്കെ, നിങ്ങൾക്കൊരു പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഏസ് ആണ് ഇവിടെ ഉള്ളത്, 2 ഏസ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ സൺ ആണ്. സണ്ണിന്റെ നമ്പർ എന്താണ്? 19 ആണ്. സോ 10 ടോട്ടൽ ഇവിടെ 10 ആണ്. 10 അഗെയിൻ ഞാൻ പറഞ്ഞു 10. കണക്ഷൻസ് നോക്കൂ. ഇവിടെ 3 9 വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുക. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരൂ. ഈ വിഷമങ്ങളിൽ നിന്ന് പുറത്തു വന്നാൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് സഫലമാവാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷൻ ഒന്ന് പുറത്തു വരാം. ഓക്കെ, നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാം. അവനവൻ ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞു, നേരത്തെ 10ന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതെവിടെ മറ്റേത് സോറി, ചില നേരത്തെ എനിക്കെന്നറിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോവാം. 10. ഓക്കെ, ഇവിടെയും അഗൈൻ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് സണ്ണാണ്. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് ലൈക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം എടുക്കണം. ശരിയാണ്, നമ്മൾ ഹീൽ ആവാനുള്ള ഒരു സമയം വേണം നമുക്ക്, ശരി തന്നെയാണ്. അത് കഴിയുമ്പോൾ പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണ് വരുന്നത്, പോസിറ്റീവ്നെസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾ അബണ്ടൻസിലേക്ക് എത്തുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ മനസ്സിലാക്കുക കാര്യങ്ങൾ. ആൻഡ് ഇവിടെ പക്ഷേ ഇതിന് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനുള്ളൂ. പാസ്റ്റ് ഉപേക്ഷിച്ച് വിട്ടേക്കാം. ഓക്കെ, നടന്ന കാര്യങ്ങൾ അത് അവിടെ വിട്ടേക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പുതിയ രീതിയിൽ നിങ്ങൾ ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്നതാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, യൂണിവേഴ്സ് ഈസ് ഗിവിങ് യു ദ അഷ്വറൻസ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ സൂര്യൻ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഡിപ്രഷനോ സാഡ്നെസ്സോ പഴയ കാര്യങ്ങളോ എല്ലാം നിങ്ങളൊന്ന് വിട്ട് മാറി വരാം. ഓക്കെ, ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങാം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉണ്ട്. അതൊരു വ്യക്തിയോ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടോ അതങ്ങനെ ഉണ്ടായി പോവില്ല. ഓക്കെ, ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം ദൈവം സൃഷ്ടിച്ചതാണ് നിങ്ങളെ. ഓക്കെ, ആ കഴിവുകളൊന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്താലും അവർക്ക് വേദനിപ്പിക്കാൻ പറ്റും, ഒരു താൽക്കാലികമായ വേദന തരാൻ പറ്റും. അതിനപ്പുറം അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ വിശ്വാസം വെക്കാം. നിങ്ങളുടെ കൂടെ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾക്ക് വേറെ ആരും ഇല്ലെങ്കിലും ശരി, ഒന്നും നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും ശരി, നമ്മൾ വേണം. നമ്മൾ അവനവനെ എപ്പോഴും നമുക്ക് അവനവനും ദൈവവും മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാം. ആ ട്രസ്റ്റിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാം. മറ്റുള്ള ആരോടും നമുക്ക് ദേഷ്യമൊന്നും വെക്കണ്ട. ആരോടും ദേഷ്യം വേണ്ട, ആരോടും വിഷമം വേണ്ട, ഒന്നും വേണ്ട, വിട്ട് കളഞ്ഞേക്കാം. എന്തിനാ വെറുതെ, എന്ത് കാര്യത്തിനാ? അവർക്ക് അവരെ കാര്യങ്ങളൊക്കെ അത് യൂണിവേഴ്സ് നോക്കിക്കോട്ടെ, ദൈവത്തിന് വിട്ടുകൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതല്ല ഏറ്റവും വലിയ റിവെഞ്ച്. ഏറ്റവും നല്ല റിവെഞ്ച് എന്താണ്? നമുക്ക് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിവെഞ്ച് എന്താണ്? നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തി കാണിച്ചു കൊടുക്കുക. അതല്ലേ വേണ്ടത്? ഓക്കെ, വാവ്, എന്ന് ഞാൻ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കിങ്ങിലാണ്. വെരി ഗുഡ്. ചൂസ് ലവ് എന്നിട്ട് വന്നിരിക്കും. എന്തൊരു കഷ്ടം. യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. ഓക്കെ, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, വെരി ഗുഡ്. ഇത് നല്ലൊരു കാർഡ് ഞാൻ പുതിയത് എടുത്തതാ. സറണ്ടർ. വെരി ഗുഡ്. Intend and manifest. Awesome. Share your light. Okay, I like it.
ബി ഓപ്പൺ ടു ഗൈഡൻസ്. വെരി ഗുഡ്. ഇത് വായിക്കാൻ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളെ ആര് കുറ്റം പറഞ്ഞാലും, എനിക്ക് നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എനിക്കിപ്പോൾ ആ ഒരു എൻ്റെ ഇത് കയറുന്നുണ്ട്. എനിവേ, ഓക്കെ, വർക്ക് ഓൺ ചേഞ്ചിങ് യുവർ തോട്ട്സ് എന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ ഇനഫാണ്. ഒരാളും ആരോ ആയിക്കോട്ടെ, ആര് നിങ്ങളെ എന്ത് പറഞ്ഞാലും ശരി, ഓക്കെ, നിങ്ങളുടെ വാല്യൂ കുറയാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ, കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും, ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ അതിനേക്കാളും വലിയ ഇതുള്ള ആൾക്കാരായിരിക്കും, വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അതൊന്നും കേൾക്കാനേ നിൽക്കരുത്, കാതിലെ ചെവിയിലേ എടുക്കണ്ടാവുന്നു. ഓക്കെ, റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. ഇതാണ് മെയിൻ പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ ഇമോഷണലും ആയിപ്പോഴും ദേഷ്യവും വരുന്നു, എല്ലാം കൂടി കയറി വരുന്നുണ്ട്, എന്താവോ. ഓക്കെ, ചൂസ് ലവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആരോടും പക വിട്ടാനോ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടും പകരം വിട്ടാനോ, നിങ്ങൾ ആരോടും പക വെക്കരുത്. സോറി, ഞാൻ പറയാൻ വന്ന് മറന്നു. പക വീട്ടാനോ ഒന്നും നിൽക്കരുത്, പക വെക്കരുത് മനസ്സിൽ. ഓക്കെ, ചൂസ് ലവ് എന്നാണ്. ഓക്കെ, നമ്മളെല്ലാവരെയും മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ പോയിന്റ് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇനി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ഞാൻ വളരെ ഇതായിപ്പോയി. ഓക്കെ, യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. ഓക്കെ, ഇത് ഈ ഡെക്ക് മാത്രം യൂസ് ചെയ്ത് ഒരു ഗൈഡൻസ് ആയിട്ട് ഞാൻ ഇടാം. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ അവനവനെ കുറിച്ച്, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഐ ആം ഇനഫ് എന്ന് പറയാം. ഐ ആം ഇനഫ് ആസ് ഐ ആം. എനിക്ക് മാറേണ്ട ആവശ്യമില്ല. വേറൊരാൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാലും എനിക്കൊന്നും എന്നിൽ മാറ്റാൻ ചില നെഗറ്റീവ് കാര്യങ്ങൾ അത് നിങ്ങൾക്കറിയാം എന്തായിരിക്കും എന്നുള്ളത് അല്ലേ. ഓക്കെ, ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ബെസ്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഞാൻ വേറെ ആരെയും വേദനിപ്പിക്കാൻ പോകുന്നില്ല, ഞാൻ വേറെ ആരുടെ അടുത്തും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ എങ്ങനെയാണോ, ഞാൻ പെർഫെക്റ്റ് ആണ്, ഐ ആം ഇനഫ് എന്ന് പറഞ്ഞ് പഠിക്കുക. ഇതുപോലെ പല ഇൻഫർമേഷൻസും ഉണ്ട്. ഓക്കെ, നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ കിട്ടും. ഒന്ന് നോക്കി പഠിക്കുക. ഓക്കെ, അവനവനോട് പറയുക. കണ്ണാടി നോക്കി നിന്നിട്ട്, മിറർ നോക്കി നിന്ന് ഡെയിലി നിങ്ങൾ അവനവനോട് അഫർമേഷൻസ് പറയുക, പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്യുക. ഓക്കെ, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം എനിക്ക് വായിൽ വരുന്നില്ല, കണ്ടുപിടിച്ച് ചെയ്തോളൂ. ഓക്കെ, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ ആ ഉള്ളതിന് നന്ദി പറയാം. ഓക്കെ, കാരണം ചിലത് അത്ര പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, എത്ര ചെറിയ കാര്യമായാലും ശരി, അതിനെല്ലാത്തിനും നിങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക യൂണിവേഴ്സിനോട്. ഓക്കെ, സേ താങ്ക് യു. ഇപ്പം തന്നെ ആക്ച്വലി കമൻറ്റിൽ ഇന്ന് പ്ലീസ് എല്ലാവരും, ഇനി തൊട്ട് ഞാൻ ഇതൊന്നും പറയാറില്ല സാധാരണ, കമൻറ്റിൽ ഇങ്ങനെ എഴുതുക അല്ലെ അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഞാൻ പറയാറില്ല. ബട്ട് ഇപ്പോൾ ഐ ഫീൽ യെസ്, ചെയ്തു തുടങ്ങും. ഓക്കെ, നിങ്ങൾ ചെയ്യൂ. ലൈക്ക് ഐ എം താങ്ക്ഫുൾ. ഒന്നിനും വേറെ ഒരു എന്തിനെന്നൊന്നും പറയണ്ട, എല്ലാം ഐ എം താങ്ക്ഫുൾ ഫോർ മൈ ലൈഫ്, ഐ എം താങ്ക്ഫുൾ ഫോർ വാട്ട് എവർ ഐ ഹാവ് എന്ന് എഴുതൂ. എനിക്ക് എന്തുണ്ടോ, എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതിന് ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ് എന്ന് എഴുതൂ. ഓക്കെ, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ ഇനഫാണ് എന്ന് എഴുതൂ. ഓക്കെ, കമൻസിൽ എഴുതിക്കോളൂ എവിടെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ എവിടെയാണെന്ന് വെച്ചാൽ. ഓക്കെ, കോൺഫിഡൻസ് കൊണ്ടുവരാം, നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അവനവനോട് നന്ദി പറയാം. ഓക്കെ, നിങ്ങൾ പല സിറ്റുവേഷൻസ് നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ടാവും, അവനവനോട് നന്ദി പറയാം. ഓക്കെ, യൂണിവേഴ്സിനോട് നന്ദി പറയാം, എനിക്കിത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, താങ്ക് യു എന്ന് പറയാം. ഓക്കെ, എല്ലാത്തിനും നന്ദി പറയാം, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സെൽഫ് ലവ് ബാച്ചിലർ തന്നെയാണ് നമ്മൾ സറണ്ടർ. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്തെങ്കിലും വേദനകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ആക്ച്വലി കുറെ കൂടി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനാണ് അതൊക്കെ എന്നെടുക്കാം. ഓക്കെ, വേദനിപ്പിക്കാനല്ല പ്ലാൻ, അങ്ങനെ ഒരിക്കലും കരുതരുത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഒരിക്കലും ദൈവം തരില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടുള്ള വിഷമം മാത്രമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഓക്കെ, എന്നെ യൂണിവേഴ്സ് പരീക്ഷിച്ചാലും എനിക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. ആൻഡ് നമ്മുടെ കൂടെ തന്നെ യൂണിവേഴ്സ് നിൽക്കും. അതാണ്. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. നമ്മൾ ഇന്ന് ഐ തിങ്ക് ലോങ് ആയി പോവാം. ഓക്കെ, സാറില്ല. ഓക്കെ, വേഗം പറയാം. നമ്മൾ എന്താ പറയുക, നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് വേദനകൾ ഒരുപാട് കിട്ടും, നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നമ്മുടെ കൂടെ ദൈവം നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ മോശമായിട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവില്ലേ, അവരെ നമ്മൾ പറയും അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ, അങ്ങനെയല്ല. ഓക്കെ, അവർക്ക് പരീക്ഷണങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ ആ സമയത്ത് ദൈവം അവരുടെ കൂടെ ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താ, സറണ്ടർ ചെയ്ത് വിട്ടേക്കുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഓക്കെ, നീ എന്താണോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ നടക്കട്ടെ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇൻറ്റൻറ്റ് ആൻഡ് മാനിഫെസ്റ്റ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ആഗ്രഹം യൂണിവേഴ്സിനോട് പറയുക. അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ അറിയുകയാണെങ്കിൽ ട്രൈ ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ആഗ്രഹം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്താൽ തന്നെ അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്.
ഷെയർ യുവർ ലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതൊക്കെ ഗോ ത്രൂ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ഗോ ത്രൂ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾ സ്ട്രോങ് ആവുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം വരികയാണ്. ആ വെളിച്ചം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ ഓരോ സിറ്റുവേഷൻ ഓവർകം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ അവനവനെ മോട്ടിവേറ്റ് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങിയത്, യൂണിവേഴ്സിന്റെ ആ ഒരു പവർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങളെ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർക്ക് കൂടി. ഓക്കെ, ഷെയർ ചെയ്യൂ. ഓക്കെ, ലാസ്റ്റ് ഐ തിങ്ക് ഒരുപാട് സമയമായി ഇന്നത്തല്ലേ. ഓക്കെ, ബി ഓപ്പൺ ടു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ തീർച്ചയായിട്ടും ഗൈഡൻസ് എടുക്കണം. ഓക്കെ, ആക്ച്വലി ഓപ്പൺ ടു ഗൈഡൻസ്, അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂടി നിങ്ങളൊന്ന് തയ്യാറാവുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നതായാലും എൻ്റെ അല്ല, യൂണിവേഴ്സിൻ്റെ. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്, അത് ഫോളോ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. യൂണിവേഴ്സ് കാണിച്ചു തരും നിങ്ങൾക്ക് എവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗൈഡൻസ് എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. പറ്റിയ മെഡിറ്റേഷനോ പ്രാർത്ഥിക്കലോ എല്ലാം നല്ലോണം ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓരോ സിറ്റുവേഷനും യൂണിവേഴ്സ് പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ എടുക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് അവരോട് അഡ്വൈസ് ചോദിക്കാം. നിങ്ങൾക്ക് ആരോടെങ്കിലും വേണമെങ്കിൽ, ഓക്കെ, നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെയും അഡ്വൈസ് ചോദിക്കാം, ഹെൽപ്പ് ചോദിക്കാം, അല്ലേ? അതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കാം, വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിക്കാം, കൗൺസിലേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ്, സോറി ഇന്നത്തെ മോട്ടിവേഷൻ കുറച്ച് കൂടിപ്പോയി. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.